ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛൻ തൻ്റെ മകൻ്റെ മുന്നിൽ യാചനയുമായിട്ട് നിൽക്കുകയാണ് രേവതിയെ വിവാഹം ചെയ്യണമെന്നുള്ള കാര്യം. അങ്ങനെ അച്ഛൻ ഓരോ കാര്യം പറഞ്ഞപ്പോഴും അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സ് തുറന്നു നിന്ന് കേട്ടു നമ്മുടെ സച്ചി. എന്നിട്ട് ലാസ്റ്റ് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഈ ഒരു കല്യാണത്തിന് എനിക്ക് താല്പര്യമല്ല. എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഒരു പെൺകുട്ടിയും കടന്നു വരുന്നത് എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, അച്ഛൻ്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവിയേട്ടനും അച്ഛമ്മയും ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോൾ അമ്മയുടെ തീരുമാനങ്ങൾ, അതായത് അമ്മയ്ക്ക് സച്ചിയെ അറിയാം, സുധിയുടെ കാര്യത്തിൽ തെറ്റിപ്പോയി, പക്ഷേ സച്ചിയുടെ കാര്യത്തിൽ സച്ചി എനിക്കറിയാമെന്ന് പറഞ്ഞ് വലിയ ആളും കളിച്ച് ചന്ദ്ര അവിടെ നിൽക്കുമായിരുന്നല്ലോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഈ വിവാഹത്തിന് ഒരിക്കലും ഞാൻ തയ്യാറാകില്ല എന്നുള്ള കാര്യം സച്ചി പറഞ്ഞപ്പോഴേക്കും ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, ഞാൻ ചിന്തിച്ചത് തന്നെ ശരിയായില്ലേ എന്നുള്ള ഒരു മട്ടിലും മാതിരിയിലും ഒക്കെ ഇങ്ങനെ ചന്ദ്ര ഇങ്ങനെ സന്തോഷവതിയായിട്ട് നിൽക്കുക. അപ്പം മകൻ അറുത്തു മുറിച്ച് ഈ കല്യാണം നടക്കില്ല എന്നുള്ള കാര്യം മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവിയേട്ടനും അതുപോലെ തന്നെ എന്താ പറയുക അച്ഛമ്മയും ആകെ തകർന്നിങ്ങനെ പറയാം, മോനെ നീ ഒരിക്കലും അങ്ങനെ പറയരുതെന്ന്. അപ്പോൾ അച്ഛനെ പോലെ തന്നെ ഈ അച്ഛമ്മയും അവർക്ക് വാക്ക് കൊടുത്തു പോയടാ, അവരുടെ മുന്നിൽ അച്ഛമ്മയുടെയും അച്ഛൻ്റെയും വാക്കിന് വിലയില്ലാതെ നീ ആക്കരുതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ അച്ഛനും അച്ഛമ്മയ്ക്കും പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങളിവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത്, എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടേതായ കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛൻ പറഞ്ഞു, അദ്ദേഹം മരിച്ചില്ലേ, നമ്മുടെ രേവതിയുടെ അച്ഛൻ മരിച്ചല്ലോ, അദ്ദേഹം എൻ്റെ വണ്ടിയുടെ മുന്നിൽ വീണു മരിച്ച് ആ ജീവൻ എൻ്റെ കൈകളിൽ കിടന്നു പിടയുമ്പോൾ പറയാതെ പറഞ്ഞുകൊണ്ട് എൻ്റെ മോളെ നോക്കിക്കൊള്ളണേ എന്നൊരു വാക്ക് ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം എന്നോടത് പറയുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ആ കുടുംബത്തെ ഞാൻ അനാഥമാക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ആ കുടുംബത്തെ എനിക്ക് സംരക്ഷിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾ ഇങ്ങനെ കിടന്ന് വെറുതെ വായിട്ട് അലക്കൊന്നും വേണ്ട, അവൻ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല, അവന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്കും ചന്ദ്ര വലിയ മകനെ അറിയുന്ന അമ്മയായിട്ട് അവിടെ നിന്നിങ്ങനെ ഡയലോഗുകൾ കുറേ അങ്ങ് ഇറക്കുന്നു. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു ചന്ദ്രയോട് മിണ്ടാതിരിക്കാൻ. അച്ഛമ്മയും കയ്യേ കാലേ പിടിച്ച് പറയുന്നുണ്ട്, മോനെ നീ ഇങ്ങനെ അറുത്ത് കുറിച്ച് പറയരുത്, വിവാഹത്തിന് നീ സമ്മതിക്കണം, വിവാഹത്തിന് നീ സമ്മതം പറയണം എന്നുള്ളത്. ഇതൊക്കെ കേട്ടപ്പോഴും സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ നിൻ്റെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം, ഞാൻ അന്ന് അവർക്ക് ആ വാക്ക് കൊടുത്തത് എൻ്റെ കുടുംബത്തോട് കൂടി അവരെ ചേർത്ത് നിർത്താമെന്നുള്ള ആ ഒരു ധൈര്യത്തോടു കൂടിയാണെന്നും അതിന് ഞാൻ കണ്ട വഴി എൻ്റെ മൂത്ത മകനായിരുന്നു, പക്ഷേ അവന് ലക്ഷ്യം പണമായിരുന്നു. അവനത് കിട്ടിയപ്പോൾ അവൻ എന്നെ ഒരു ദാക്ഷിണ്യമില്ലാതെ ചതിച്ചിട്ട് പോയി. ഇനിയും അവരുടെ മുന്നിൽ ഞാൻ നാണം കെടേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ജീവിതത്തിന് പിന്നെ ഒരു അർത്ഥമില്ലാതാകും, ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാതാകും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ അതുപോലെ ഈ മകൻ്റെ കാല് പിടിക്കുക. അങ്ങനെ കുറേ നേരം ഇവർ തമ്മിൽ സംസാരിച്ചു. ചന്ദ്ര ഇതൊക്കെ കേട്ട് സന്തോഷവതിയായിട്ട് നിൽക്കുന്നു. കാരണം എന്താ, ചന്ദ്ര പറഞ്ഞതുപോലെ തന്നെ സച്ചി ഈ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു സന്തോഷം. അങ്ങനെ സന്തോഷവതിയായിട്ട് അങ്ങനെ ചന്ദ്ര അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ കാലുപിടുത്തം, അതുപോലെ തന്നെ അച്ഛമ്മയുടെ കാലുപിടുത്തം, സംസാരം, കാര്യങ്ങൾ ഇതെല്ലാം കേട്ട് മടുത്തു കഴിഞ്ഞു നമ്മുടെ സച്ചി. പിന്നെ തൻ്റെ അച്ഛൻ ഇത്രയ്ക്ക് ആത്മാർത്ഥതയോടുകൂടി അല്ലെങ്കിൽ ഇത്രത്തോളം ദയനീയമായി കാലു പിടിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ സച്ചി പറയാണ്, അച്ഛാ മതി, അച്ഛൻ ഇത്രത്തോളം എന്നോട് സംസാരിച്ചു, എനിക്ക് മനസ്സിലായി, എൻ്റെ അച്ഛൻ ഇത്രത്തോളം എൻ്റെ കാലു പിടിച്ച് എന്നോട് യാചിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അച്ഛൻ ഈ വിവാഹത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛന് മറ്റാരുടെയും മുന്നിൽ തൻ്റെ അഭിമാനം പണയം വെക്കേണ്ടി വരില്ലെന്നും അവരുടെ മുന്നിലൊന്നും അച്ഛന് തല കുനിക്കേണ്ടി വരില്ല എന്നും പറയാം. ഈ സച്ചി ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ അച്ഛനൊരു തോൽവി ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒരു വീഴ്ച ഉണ്ടാകാൻ ഈ മകൻ അനുവദിക്കില്ലെന്നും എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് അച്ഛൻ അവരോട് പറഞ്ഞോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്ര തകർന്നു പോയി, ചന്ദ്രയുടെ എല്ലാ പ്ലാനും. അപ്പോൾ സത്യം പറഞ്ഞാൽ പെറ്റു വളർത്തിയ മക്കളുടെ മനസ്സ് ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല ചന്ദ്ര എന്നുള്ള കാര്യം നമ്മുടെ അച്ഛമ്മ ആ സ്പോട്ടിൽ വിളിച്ചു പറയുകയും ചെയ്തു. നീ എന്താ പറഞ്ഞത്, നീ ഒരിക്കലും നിൻ്റെ മക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല, പ്രത്യേകിച്ച് സച്ചിയെ. നിൻ്റെ ചിന്തകളും നിൻ്റെ കാഴ്ചപ്പാടും അല്ല എൻ്റെ സച്ചി എന്ന് നിനക്ക് മനസ്സിലായില്ലേ.
എൻ്റെ സച്ചിയെ ഞാനാണ് വളർത്തിയത്. എൻ്റെ സച്ചി എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയാം. സ്വന്തം അച്ഛൻ്റെ ജീവൻ, അച്ഛൻ്റെ ജീവിതമൊക്കെ മുന്നിൽ കാണുന്ന എൻ്റെ സച്ചിക്ക് ഒരിക്കലും അവനെ കരയിക്കാൻ കഴിയില്ല എന്ന് പറയും. അത് കേട്ട് സച്ചി ഇങ്ങനെ കല്യാണത്തിന് സമ്മതിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ രവിയേട്ടൻ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മ കൊടുത്തു മോന്. കാരണം ആ അച്ഛൻ്റെ ആ ഒരു സ്നേഹം, അച്ഛൻ്റെ അഭിമാനം രക്ഷിക്കാൻ തൻ്റെ തീരുമാനങ്ങളെ മാറ്റി മറിച്ചുകൊണ്ട് സച്ചി അങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ. അതുകൊണ്ട് അപ്പം അങ്ങനെ ആ ഒരു സംസാരം ഇവർക്കിടയിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ സച്ചി കല്യാണത്തിന് തയ്യാറായി എന്നുള്ള സന്തോഷ വാർത്ത ഓടിച്ചെന്ന് അവരോട് പറയാം, പെണ്ണു വീട്ടുകാരോട്. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിയും ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്നു. അതുപോലെ അത് കേട്ടപ്പോൾ ലക്ഷ്മിക്കൊക്കെ സന്തോഷമായി. കാരണം തൻ്റെ മകളുടെ താലി ഏറ്റു പോകില്ലല്ലോ, അതിൻ്റെ ഒരു ഇത്. അത് കഴിഞ്ഞ് പിന്നെ കല്യാണ പന്തലിൽ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയി. ചെറുക്കനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി. അങ്ങനെ ആ ഒരു ഇതെല്ലാം അവിടെ നടക്കുന്ന സമയത്ത് ഭാമയ്ക്ക് മുന്നിലേക്ക് ഓടി ചന്ദ്ര. അവിടെ ചെന്ന് സച്ചി എൻ്റെ പ്ലാനുകളെല്ലാം പൊളിച്ചു, അവൻ്റെ വിവാഹത്തിന് സമ്മതിച്ചു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പം ഭാമ പറഞ്ഞു, അത് നല്ല കാര്യമല്ലേ. ഇന്നേ ദിവസം ഇവിടെ നിന്ന് ഒരു പെൺകുട്ടിയുടെ ജീവിതം കൈവിട്ട് പോകാതെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന് അതിൻ്റേതായ ഭാഗ്യം ഉണ്ടാകും, അല്ലെങ്കിൽ നന്മ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു ഭാമ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. നീ അതുകൊണ്ട് ഇതൊരു മോശമായി ചിന്തിക്കൊന്നും വേണ്ട എന്നുള്ള കാര്യം. അങ്ങനെ നീയായിട്ട് ഇനി ഇതിൻ്റെ തടസ്സമൊന്നും നിൽക്കരുതെന്നൊക്കെ പറഞ്ഞ് ഭാമ ഇങ്ങനെ സമാധാനിപ്പിച്ചിട്ട് ഭാമ അങ്ങ് പോയി. ഇതേ സമയത്ത് ചന്ദ്ര ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. സച്ചിയുടെ ഭാര്യയായിട്ട് അവൾ വരുന്നത്. അപ്പം രണ്ടുപേരെയും ചന്ദ്രയ്ക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിലിങ്ങനെ എങ്ങനെ പിടിച്ചു നിൽക്കും. ഇനിയിപ്പോൾ സച്ചിയെ സംബന്ധിച്ചിടത്തോളം സച്ചി ആരാണെന്നും സച്ചിയുടെ സ്വഭാവം എന്താണെന്നും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് ചന്ദ്ര. അതുകൊണ്ട് തന്നെ സച്ചിയുടെ ഭാര്യയായ രേവതിയെ തൊട്ട് കളിയാൻ സച്ചി സമ്മതിക്കില്ലെന്നുള്ള കാര്യവും ചന്ദ്രയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എൻ്റെ അടവുകളൊന്നും അവിടെ നടക്കില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചന്ദ്ര അവിടെ നിൽക്കുകയാണെന്ന് ഓർക്കണം. അങ്ങനെ ആ ഒരു സംഭവങ്ങൾ അവിടെ നടക്കുമ്പോൾ സച്ചിദേവ് മണ്ഡപത്തിലേക്ക് കല്യാണ ചെറുക്കനായിട്ട് വരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ടേ. അങ്ങനെ സച്ചിയെ കൊണ്ടുവന്ന് മണ്ഡപത്തിലിരുത്തി അധികം താമസിക്കാതെ നമ്മുടെ രേവതിയെയും കൊണ്ടുവന്നു. അങ്ങനെ രേവതി അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടുവരിക, കണ്ണുപോലും ചിമ്മാതെ. കാരണം മനസ്സുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരാളല്ല, അതുകൊണ്ടാണത്. അതുപോലെ തന്നെ സച്ചിയും തിരിച്ചിങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വരുവാണ്, നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അവർ ആ ഒരു മണ്ഡപത്തിലേക്ക് വന്നു. എന്താ പറയുക, വെട്ടിയിട്ട വാഴ പോലെ സച്ചിയുടെ മുന്നിൽ വന്ന് അങ്ങോട്ട് തളർന്നങ്ങിരുന്നു നമ്മുടെ രേവതി. ഒരനക്കവും ഇല്ലാതെ, ഒരു സന്തോഷവും ഇല്ലാതെ. അതുപോലെ തന്നെ സച്ചിയും തൊട്ടരികിൽ. പിന്നെ വിവാഹത്തിൻ്റെ ചടങ്ങുകളുടെ കാര്യങ്ങളും മറ്റു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കർമ്മങ്ങളും കാര്യങ്ങളും ഇതെല്ലാം റെഡിയായി. ഇതൊക്കെ കണ്ട് ചന്ദ്രയുടെ നെഞ്ചിങ്ങനെ പടപടാന്നിടിക്കുമ്പോൾ രവിയേട്ടൻ്റെ മനസ്സിങ്ങനെ തുളുമ്പി നിറയുക. അതുപോലെ തന്നെ അച്ചമ്മയുടെയും സന്തോഷം കൊണ്ട് അവർ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ ശ്രീയും അതെ. പിന്നെ ദേവികയാണെങ്കിലും ലക്ഷ്മി ആണെങ്കിലും അവരെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ താലികെട്ടിൻ്റെ ഇതായി. അപ്പോൾ താലി എടുത്ത് കെട്ടിക്കോളാൻ പറഞ്ഞ സമയത്ത് ഇങ്ങനെ രേവതി ഇങ്ങനെ നമ്മുടെ സച്ചിയെ നോക്കുന്നു, സച്ചി രേവതിയെ നോക്കുന്നു. അപ്പോൾ ആ ഒരു താലി ആ ഒരു കഴുത്തിലേക്ക് വെക്കുന്ന ഗ്യാപ്പ് മാത്രമേ അവർ തമ്മിലുള്ളൂ. തൊട്ടടുത്ത നിമിഷം നമ്മുടെ സച്ചി രേവതിയുടെ കഴുത്തിൽ താലി കെട്ടി. അങ്ങനെ താലി കെട്ടുന്നു, പിന്നെ മാലയിടുന്നു, പുടവ കൊടുക്കുന്നു, സിന്ദൂരം ചാർത്തുന്നു, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതെല്ലാം ചെയ്തു. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തപ്പോഴും ഇവർ രണ്ടുപേരും മരവിച്ച മനസ്സുമായിട്ട് ഒട്ടും ഇഷ്ടമല്ലാത്ത രീതിയിൽ അങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്നത് പോലും വെറുപ്പിൻ്റെ കണികകൾ വെച്ചുകൊണ്ടെന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ നമ്മുടെ സച്ചി രേവതിയുടെ കഴുത്തിൽ താലി ചാർത്തി ആ കുടുംബത്തിനൊരാശ്രയമായി മാറാൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു ആത്മസംതൃപ്തിയോടുകൂടി നമ്മുടെ രവിയേട്ടൻ അവിടെ ഇങ്ങനെ ഇവരെ ആശ്രവദിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഈ മാരണങ്ങളെ ഞാനിനി എങ്ങനെ സഹിക്കും എന്നുള്ളൊരു മട്ടും മാതിരിയിൽ ചന്ദ്ര അവിടെ നിൽക്കുന്നു. അങ്ങനെ വിവാഹങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ പെൺകുട്ടിയുടെ കൈ പിടിച്ചു കൊടുക്കുന്ന ചടങ്ങാണല്ലോ, അതിന് അച്ഛനില്ല, പകരം നമ്മുടെ ലക്ഷ്മി വന്ന് കൈയും പിടിച്ചു കൊടുക്കുന്നു. അങ്ങനെ അമ്മ പിടിച്ചു കൊടുത്ത കൈ ഒരിക്കലും കൈയൊഴിയരുത് അല്ലെങ്കിൽ കൈവിടരുത് എന്നുള്ളൊരിത് ആ നേരം നമ്മുടെ സച്ചിയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ട്. സച്ചി ഇങ്ങനെ വളരെ ഇതായിട്ട് ഇങ്ങനെ നോക്കുക. അതിനുശേഷം പിന്നെ ഇവർ വലം വെക്കുന്നു, മണ്ഡപത്തിന് ചുറ്റും വലം വയ്ക്കുന്നു. അമ്മ പിടിച്ചു കൊടുത്ത കയ്യിൽ മണ്ഡപത്തിന് ചുറ്റും വലം വയ്ക്കുകയും കാര്യങ്ങളൊക്കെ നടത്തുന്നു. അങ്ങനെ ആ ഒരു വിവാഹം കുറച്ച് ദിവസങ്ങളായിട്ട് നീണ്ടു പോയ എല്ലാവരുടെയും ചോദ്യത്തിന് എല്ലാത്തിനുമുള്ള ഉത്തരങ്ങളുമായി ആ വിവാഹം നടന്നു. സച്ചി എല്ലാ എതിർപ്പുകളെയും അതുപോലെ തന്നെ ചന്ദ്രയുടെ അഹങ്കാരത്തെ അവസാനിപ്പിച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി രേവതിയുടെ കഴുത്തിൽ താലി ചാർത്തിയത്. ഇനി അവരുടെ രണ്ടുപേരുടെയും അങ്ങോട്ടുള്ള ജീവിതത്തിലെ പോരും വഴക്കും അല്ലെങ്കിൽ ഇഷ്ടക്കേടും ഇഷ്ടക്കുറവുകളും ആ ഒരു കാര്യങ്ങളും പിന്നെ അത് കഴിയുമ്പോൾ ഇവരുടെ ആ ഒരു ഇഷ്ടം, അതായത് കുറേശ്ശെ ഇവർ ഇഷ്ടപ്പെട്ട് തുടങ്ങുമല്ലോ ആ ഒരു സിറ്റുവേഷന്, അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതൊക്കെ തന്നെയായിരിക്കും ഇനി നമുക്ക് കാണാനുള്ള
വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി 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 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനലിന് തരുന്ന സപ്പോർട്ടിനും ഒരുപാട് സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.